എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ആരോഗ്യം സാരമില്ല. ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ നീ മനസ്സ് കൊടുത്ത് ഇടപെടാൻ അവസരം കൊടുത്താൽ ദൈവം അതിനെ ഇങ്ങനെ പുതുക്കി പണിത് കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്നോടൊരാൾ പറഞ്ഞു. അതായത് എല്ലാവരും തള്ളിയതിനെ ദൈവം സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആക്കും. എന്താ വാക്കിൻ്റെ അർത്ഥം? സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും നോക്കുന്നു ഇപ്പം പുള്ളീനെയാണ്. കല്ലറ കിടന്ന് തുണിയില്ലാതെ നടന്ന് ഭക്ഷണവുമില്ല ഭ്രാന്തനെ പോലെ നടന്നവനെ ജനങ്ങളെല്ലാ കണ്ണുകളും പുള്ളീനെ നോക്കുക അത്ഭുതത്തോടെ. സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇപ്പോൾ പുള്ളിയാണ് നാട്ടിൽ. എല്ലാവരും ഇയാളിങ്ങനൊന്നും ഇവിടെ എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇങ്ങനൊന്നും ഈ മനുഷ്യനെത്തുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇയാളൊന്നും വീട്ടിൽ കയറ്റി കൊള്ളാൻ പറ്റാത്ത ഒരാളായിരുന്നു. ഇപ്പോൾ ദൈവമേ ആ വീട്ടിലൊന്ന് വരണമെന്ന് പ്രാർത്ഥിക്കാൻ വരെ ആൾക്കാരായി. ബ്രദറെ എൻ്റെ വീട്ടിൽ വരണമെന്ന്. ഏത് പാർട്ടി? ഈ പുള്ളിയോട് ഇപ്പോൾ ആൾക്കാർ പറയും, ബ്രദറെ പറ്റുവാണ് എൻ്റെ വീട്ടിലൊന്ന് വരുവാ, ഒന്ന് പ്രാർത്ഥിക്കാനാണ്. സിമിത്തേരി കിടന്ന പാർട്ടിയാണ്. ഇപ്പോൾ ആൾക്കാർ ക്യൂ നിൽക്കുക, ഒന്ന് തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വീട്ടിലൊന്ന് വന്നേ. ദൈവം ഇങ്ങനെയാണ്. ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ഈ ദൈവമാണ്. എത്ര വലിയോരെ മുട്ടുകുത്തിക്കാൻ 10 മിനിറ്റ് മതി ദൈവത്തിന്. അത് വിശ്വസിക്കാൻ പറ്റുമോ? ഒരാൾ പറഞ്ഞ് എന്തു പ്രാർത്ഥന, എന്ത് ആരാധന. നിങ്ങളൊക്കെ ഈ എന്നെ ഒരാൾ വിളിച്ച് ദൈവം കൂടിയ ആളെന്നാ എന്നെ വിളിച്ചെന്നറിയാം. ദൈവം, നിനക്കൊക്കെ ദൈവം കൂടിക്കഴിഞ്ഞാൽ പിന്നെ വിറയൊക്കെ തുടങ്ങുമല്ലോ എന്ന് പറഞ്ഞു. പുള്ളിക്ക് അങ്ങനെ തോന്നിക്കാണും. എന്നെ കളിയാക്കി വിളിക്കും ദൈവം കൂടിയ അച്ഛൻ, ദൈവം കൂടിയ ആൾ. ഞാൻ അയാൾ ഇതരൊക്കെ പറയുമ്പോണ്ടല്ലോ, മക്കളൊക്കെ വലിയ നിലയിലാണ്, ഭയങ്കര പൈസയൊക്കെ വരുന്ന ആളാണ്. അയാൾ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ വന്ന് ഞാൻ ചോദിച്ചു, ഇയാൾ എന്തിനാണാവോ ഇവിടെ വന്നത്? അയാൾക്ക് ധ്യാനം, പ്രാർത്ഥന അലർജിയാണ്, വരത്തില്ല. പക്ഷേ അയാളുടെ ശരീരത്തിന് ആ ഒരു ഭാഗത്ത് ഒരു കുഞ്ഞ് തടിപ്പ്. അയാൾ ഭാര്യയോട് പോലും പറഞ്ഞില്ല. അയാൾ ഉത്തമ സുഹൃത്തിനോട് പറഞ്ഞു, എടാ എൻ്റെ ശരീരത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഒരു വേദനയുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ഡോക്ടറെ കാണിക്കുന്ന കുഴപ്പം, ഞാൻ വരാം, നമുക്ക് പോവാം. ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടറെ കണ്ടു. ഡോക്ടർ അതിനെ ഒന്ന് അയച്ചു, ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പേടിയായി. റിസൾട്ട് വന്നപ്പം ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോഴേ ഡോക്ടർ 3 സെൻറ്റൻസേ പറഞ്ഞുള്ളൂ. 3 സെൻറ്റൻസ്. എന്താ പേര്? ഇതാണ് നിങ്ങളുടെ പേര്, നിങ്ങൾക്ക് ക്യാൻസറാണ്. രണ്ടാമത്തെ സെൻറ്റൻസ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് തലശ്ശേരിയിലോ തിരുവനന്തപുരം RCCയിലോ ചികിത്സയ്ക്ക് വിധേയമാകണം. ശരി കേട്ടോ. പറയാൻ എത്ര സമയമെടുത്തു? 1 മിനിറ്റ് എടുത്തിട്ടില്ല. മുട്ടുകുത്തിപ്പോയി, പേടിച്ചു പോയി. പുള്ളി കാറിപ്പോയി. ക്യാൻസറോ? എനിക്കോ? ഒരാളെ വലിയോനാണേലും മുട്ടുകുത്തിക്കാൻ 2 മിനിറ്റ് മതി. 2 മിനിറ്റ്. ഡോക്ടറുടെ കയ്യിലോട്ട് കൊടുക്കുന്ന പേപ്പർ ഡോക്ടർ അത് വായിച്ച് മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ രോഗമുണ്ട് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സ് പപ്പടം പോലെ പൊട്ടിപ്പോവും. ദൈവമേ, എൻ്റെ ജീവിതം പോയി. പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക, അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. എനിക്ക് വിദേശ പണമുണ്ട്, വിദേശത്ത് നിന്ന് പണം, പിള്ളേരവിടെയാ. വീട്ടിൽ 10-20 ഏക്കർ സ്ഥലമുണ്ട്. ടൗണിൽ കിടക്കുന്ന 3 നില ബിൽഡിംഗ് എൻ്റെയാണ്. കോടികളുടെ വരുമാനമുണ്ട്, എൻ്റെയുണ്ട്. സുഹൃത്തേ, അത് കയ്യിൽ നിന്ന് ഒഴുകിപ്പോകാൻ ഒരു രോഗം പോരെ? ഒരു രോഗം മതി അതെല്ലാം ഇങ്ങനെ ഒഴുകി അങ്ങ് പോകാൻ. അഭിമാനിക്കാനും കേമം നടിക്കാനും ഒന്നും എനിക്കും നിങ്ങൾക്കും ഇല്ല. ദൈവത്തിൻ്റെ കയ്യിലെ കുഞ്ഞു ജീവിതമാണ് നമ്മുടേത്. ഒന്നുമില്ല, ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണം മാത്രം. ദൈവത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്താൽ ജീവിതത്തെ ദൈവം അത്ഭുതമാക്കി അടയാളമാക്കി മാറ്റും. ആമേൻ. ഇന്ന് ദെക്കോപോളിസിൻ്റെ പ്രവാചകനാണ് പുള്ളി. ദെക്കോപോളിസിലെ ജനങ്ങൾ മുഴുവൻ പുള്ളിയുടെ അടുത്ത് കൂടിയിരിക്കുകയാണ്. പുള്ളി ഇപ്പം വലിയ വലിയ നിലയിലും വിലയിലുമായി. ഇപ്പം പണ്ടത്തെ പോലൊന്നും അല്ല, ഇപ്പം കാര്യങ്ങൾ മാറി. കഴുത പോലെ ചെളിപറ്റി ചാണകത്തിനകത്ത് കിടന്ന ജീവി പോലെ ഇരുന്ന ആളാണ് കല്ലറക്കടയിൽ. ദൈവം ആ മനുഷ്യനെ പണിത് അത്ഭുതമാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, എവിടെയും എന്തു വിഷയം ഉണ്ടെങ്കിലും തകർന്നേക്കരുത്. കാരണം എന്നാണോ നിങ്ങളിൽ ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലാതാകുന്നത് അന്നേ നിങ്ങൾ തോക്കുള്ളൂ. അന്നേ പിശാചിനെ നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ.
ദൈവവും ദൈവത്തിൻ്റെ വചനവും ഉള്ളിടത്തോളം കാലം നിങ്ങളെ തോൽപ്പിക്കുക അസാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ദൈവവചനത്തിലൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒന്ന് പ്രാർത്ഥനയിൽ കൊണ്ടുവരികയാണ്. എല്ലാവരും അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് നമുക്ക് തുടർന്നൊന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കും. ദൈവത്തിൻ്റെ ഇടപെടൽ, ഞാനത് വിശ്വസിക്കുകയാണ്, അതുപോലെ നടക്കുമെന്ന്. ദൈവത്തിൻ്റെ ഇടപെടൽ അത്ഭുതകരമായി സംഭവിക്കും. ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വാക്യം കൂടി ശ്രദ്ധയോടെ കൊണ്ടുവരുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ്. നമ്മളൊന്ന് വേഗത്തിൽ പ്രാർത്ഥിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഈ വചനം കൂടി. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. എന്തിനാ തിങ്ങിക്കൂടിയത്? അപ്പം ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം മാത്രമല്ല, 2000 വർഷം മുമ്പ് വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഫോൺ സംവിധാനങ്ങളില്ല. ഒരാളെ വിളിച്ച് ധ്യാനമുണ്ട് കേട്ടോ, ഇന്ന പുള്ളി അവിടെ വരണുണ്ട് കേട്ടോ, ഇന്ന ആൾക്കാരുണ്ട്, നീ വരണുണ്ടോ, ഞാൻ പോകുന്നുണ്ട്, ഇതൊന്നും പറയാൻ അന്ന് സാഹചര്യമില്ല, അത്രയും ജനസംഖ്യയില്ല. അന്നത്തെ കാലത്തും ദൈവവചനം കേൾക്കാൻ വേണ്ടി ജനങ്ങൾ തിങ്ങിക്കൂടിയെന്നാ. 1, 2, 10 പേരല്ല, ഒരുപാട് പേര് വന്നു കൂടി. അപ്പം നമ്മൾ ചെയ്യുന്നത് പോലെ അന്നും ആളുകൾ ഒരുമിച്ച് കൂടുമായിരുന്നു, വലിയവരും ചെറിയവരും തിങ്ങിക്കൂടി. അപ്പം ഈ തിങ്ങിക്കൂടിയ പ്ലേസ്, സ്ഥലം എഴുതിയിട്ടുണ്ട്. അവൻ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയാണ്. അതാണ് ഈ കൺവെൻഷൻ നടന്ന സ്ഥലം, ഈ ധ്യാനം നടന്ന സ്ഥലം. ഗനേസറത്ത് തടാകത്തിൻ്റെ തീരെന്ന് പറഞ്ഞാൽ മുഴുവൻ മണലാണ്. അവിടെയാണ് നിൽക്കുന്നത്. അവിടെ സ്റ്റേജും പന്തലൊന്നുമില്ല, ഇതുപോലെ സൗണ്ട് സിസ്റ്റവും പാട്ടുകാരും സംവിധാനവും ക്യാമറയും സ്റ്റുഡിയോ ഒന്നുമില്ല. ജനങ്ങളും മണലും മാത്രമേ ഉള്ളൂ. ഇത്രയും പേര് നീങ്ങി നിൽക്കുമ്പോൾ 2-ാമത്തെ വാക്യം നോക്കിക്കേ. 2 വള്ളങ്ങൾ, 2 വള്ളം എവിടെ കിടക്കുന്നത് കണ്ടു? കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. ഇതാണ്, ഇത്രയും ജനങ്ങൾ അവിടെ നിന്നിട്ട് ആരെയും കണ്ടില്ല. എന്നതാ കണ്ടത്? 2 വള്ളം അപ്പുറത്ത് കിടക്കുന്നത് കണ്ടു. സന്തോഷമാണോ ദുഃഖമാണോ ഈ 2 വള്ളത്തിനും? ബൈബിൾ വായിച്ചാൽ അറിയാം. 2 വള്ളത്തിൻ്റെ ഉടമസ്ഥരും ഭയങ്കര സങ്കടത്തിൽ. എന്നാ കാരണം? രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ നിരാശപ്പെട്ട് വന്ന് കിടക്കുക. 2 വള്ളമല്ല, ആ വള്ളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിൻ്റെ ചോട്ടിൽ തന്നെ ഇരുന്ന് വല കുനിഞ്ഞ് ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പുറത്ത് നിൽക്കുന്ന ദൈവം ആരെയാ കണ്ടേ? ആ വള്ളത്തിൻ്റെ ഇപ്പുറത്ത് കുനിഞ്ഞ് മനസ്സ് വിഷമിച്ചിരിക്കുന്ന 2 പേരെ യേശു കണ്ടു. ആ വാക്യം അങ്ങനെ പെട്ടെന്ന് വായിച്ചു വിടാൻ പറ്റില്ലല്ലോ. ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. 2-ാമത്തെ വാക്യം. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. അപ്പൊ ദൈവം എന്താ? ദൈവം കാണേണ്ടതിനെ കാണും. നമ്മളൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അപ്പം നമ്മൾ ചോദിക്കില്ലേ, ഈ മനുഷ്യൻ ഈ സങ്കടമൊക്കെ ആണെങ്കിലും അങ്ങോട്ട് കൂടി അവരോട് ഒന്ന് വചനപ്രഘോഷം കേട്ടുകൂടായിരുന്നു, ഇവിടെ വലയം നെയ്തുകൊണ്ടിരിക്കാതെ? ചിലപ്പോൾ ചിലർ പറയില്ലേ, ഞാൻ ഈ ധ്യാനമൊക്കെ നിർത്തി, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ വിശ്വാസമൊക്കെ പോയി. അങ്ങനെ പറയുന്ന ഒരാളെ പോലും ദൈവം ഉപേക്ഷിക്കില്ല. ചിലർ പറയില്ലേ, ഞാനിതൊക്കെ നിർത്തി, എനിക്ക് എൻ്റെ വിശ്വാസമൊക്കെ പോയി. നിങ്ങൾ വേണേൽ പ്രാർത്ഥിച്ചോ, എനിക്ക് എതിർപ്പൊന്നുമില്ല, എൻ്റെ വിശ്വാസമൊക്കെ പോയി, നിങ്ങൾ പള്ളിയിൽ പോക്കോ, കുർബാനയ്ക്കൊക്കെ പോക്കോ, ഞാനില്ല. അത് മനസ്സ് വിഷമിച്ച് പറയുന്നതാ. ദൈവം അവരെ പോലും ഉപേക്ഷിക്കുകയില്ല. അതാ എഴുതിയിരിക്കുന്നത്. നമ്മൾ ചോദിക്കത്തില്ല, ഇവർ 2 പേര് ഈ സങ്കടത്തിലൊക്കെ ആ വല അവിടെ വെച്ച് ഒരു 10 മിനിറ്റ് അവിടെ പോയി വചനം കേട്ടുകൂടായിരുന്നോ? പോയില്ല, അവിടെ ഇരുന്നു. അടുത്ത വാക്യം, 3-ാമത്തെ വാക്യം. ഓണർഷിപ്പ് എഴുതിയിട്ടുണ്ട്. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. 2 വള്ളമുണ്ട്. ഒരു വള്ളം ആരുടെയാണ്? ശിമയോൻ്റേതാണ്. അടുത്ത വാക്യം ശ്രദ്ധിച്ചോ. യേശു അതിൽ കയറി. അങ്ങനെ ആ വാക്ക് 3 വാക്കുള്ളൂ. യേശു അതിനകത്തോട്ട് കയറി. ഇനി നിങ്ങൾ കാണണം, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്. നമ്മൾ ഒച്ചയുണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, 4 പാട്ട് പാടി, ഒരു കൈ അടിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കാറെടുത്ത് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു, പോരാ. യേശു ഇങ്ങനെ നടന്ന് നമ്മുടെ ജീവിതത്തിലോട്ടിങ്ങനെ കയറി വരണം. അതൊന്ന് വിശ്വസിച്ച് അത് നടക്കും. യേശു അന്ന് കയറിയത് എത്ര പേര് കണ്ടു കാണും? ജനങ്ങൾ മുഴുവൻ നിൽക്കുവാ മൈതാനത്ത്.
എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ഒരുത്തൻ്റെ വള്ളത്തിലേക്ക് കയറുന്നത് നാട്ടിലെ മുഴുവൻ ആൾക്കാരും കണ്ടു. ദൈവം ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ അനുഗ്രഹത്തിൻ്റെ അളവ് കുറയുമോ കൂടുമോ? കൂടും. നിങ്ങളും പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലെ ഒന്ന് കയറി വരണം.